പ്രധാനപ്പെട്ട ചോദ്യവും അത് തന്നെയാണ്. അൻവറിന്റെ ഫോക്കസ് എന്താണ്, ആരിലേക്കാണ് എന്നുള്ള ഒന്നാമത്തെ ചോദ്യവും ഇനി എന്ത് എന്നുള്ളത് തന്നെയാണ്. അൺപ്രഡിക്റ്റബിൾ ആണ് ഇതുവരെയുള്ള കാര്യങ്ങൾ. പ്രവചനങ്ങൾക്കും അതീതമായാണ് അൻവറിന്റെ ഓരോ നീക്കങ്ങളും ഉണ്ടായത്. അല്പസമയത്തിനകം അൻവർ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തും എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. മാധ്യമങ്ങളോട് വീണ്ടും പ്രതികരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവറിന്റെ ഓരോ ആരോപണങ്ങളും ഇതിന്റെ ഡയമെൻഷൻ മാറി വരുന്ന തരത്തിലുള്ള ഇന്നലെ ഉണ്ടായിരുന്ന ആ സ്ഫോടക വെളിപ്പെടുത്തലാണ് നമ്മൾ കണ്ടത്. അത്തരത്തിൽ അത് കണക്ട് ചെയ്യുന്നതും നമ്മൾ നോക്കണം. കേരളത്തിൽ ഏറ്റവും കോളിളക്കം ഉണ്ടാക്കിയ താമിർ ജിഫ്രി കസ്റ്റഡി കൊലപാതക കേസുണ്ട്, മാമിയുടെ തിരോധാനമുണ്ട്, എടവണ്ണയിലെ ഒരു കൊലപാതകമുണ്ട്. ഇതെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നു. അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ സുജിദാസുമായുള്ള ഫോൺ സംഭാഷണവും പുറത്ത് വിടുന്നു. ഈ ഫോൺ സംഭാഷണത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ അൻവറിന്റെ കയ്യിലുള്ള രേഖകൾ അല്ലെങ്കിൽ തെളിവുകൾ, അൻവർ അവകാശപ്പെടുന്ന തെളിവുകൾ എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കേണ്ട ചോദ്യം. അതിലും അപ്പുറത്തേക്ക് അൻവർ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, താമിർ ജിഫ്രി കേസിൽ ഉൾപ്പെടെ ഞാൻ പലതും മറച്ചാണ്, പലതും ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് അൻവർ പറയുന്നുണ്ട്. മറ്റു കാര്യങ്ങളിൽ വാദിയും പ്രതിയും നിങ്ങൾക്ക് മുന്നിലേക്ക് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. പലതും പറയാനുണ്ടെന്ന് പറയാതെ അൻവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ അൻവർ ഇനി കടക്കുമോ? എന്താണ്? അൻവർ അൺപ്രഡിക്റ്റബിൾ ആണ്. അൻവറിനെ സംബന്ധിച്ച് അൻവർ ഒരു സ്വതന്ത്ര നിലപാടുള്ള ആളാണ്, ഒരു ഒറ്റയാനാണ്. എപ്പോൾ എങ്ങനെയാണ് അൻവറിന്റെ നീക്കങ്ങളെന്ന് ഇതുവരെയും കേരള രാഷ്ട്രീയത്തിന്റെ അൻവറിന്റെ പല കാര്യങ്ങളും നമുക്കറിയാം. അതിന് സമാനമായ രീതിയിൽ തന്നെ അൻവർ ഇവിടെ ഏറ്റവും ഗൗരവപരമായ വെളിപ്പെടുത്തൽ നടത്തുമ്പോഴും അതേ രീതിയിൽ അൻവർ മുന്നോട്ട് പോകുന്നു. ഇനി എന്തായാലും അൻവർ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിനി അറിയാനുള്ളത് ഇനി എന്താണ് ക്ലൈമാക്സ് എന്ന കാര്യം നമ്മൾക്ക് മുന്നിലുണ്ട്. അപ്പോൾ തന്നെ നടപടികൾ ഒരു ഭാഗത്തൂടെ പോകുന്നുണ്ട്, ADGP-യിലേക്ക് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അൻവറിന് വെളിപ്പെടുത്താനുള്ളത് എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഇനിയുള്ള നീക്കം എന്താണ്? അത് തന്നെയാണ് വളരെ പ്രധാനം. അതിനെ